ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഗീ റൈസ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ്സിൽ ഈ ഗ്ലാസ്സാണ് അളവെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമ്മൾ ഏത് ചെറിയ ബിരിയാണിയുടെ റൈസും ഉപയോഗിക്കാം കേട്ടോ. അതിൽ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ജീരകശാല റൈസാണ്. അപ്പോൾ പിന്നെ ഒരു കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സവോളയാണ് എടുത്തെടുക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് മാത്രം ആ നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഗീ റൈസ് ഒന്ന് ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3-4 കിസ്മിസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ഗ്ലാസ് അല്ലേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറവ് മാത്രം മതി. ഒരുപാട് ബിരിയാണിയിലൊക്കെ ഇടുന്ന പോലെ ഒരുപാട് നമ്മൾക്ക് ഗാർണിഷ് ചെയ്യണ്ട. പിന്നെ ഒരു 6 ഗ്രാമ്പു, 6 കുരുമുളക്, അതുപോലെ തന്നെ 2 പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ആ സവാളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച റൈസല്ലേ അതും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ആ നെയ്യൊക്കെ ആ റൈസിൽ പിടിക്കണം. പിന്നെ ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർക്കാം. ചിലർ നെയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യും. അപ്പോൾ 2 ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ കുറവ് ചേർക്കണമെന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ചേർക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളിത് ഇറക്കി വെക്കുന്ന സമയത്തും 1 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ ഇതാ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് കേട്ടോ കണക്ക്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരി എടുത്ത കാരണം 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇനി തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം. അപ്പോൾ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇടുക കേട്ടോ. ഞാനിവിടെ ഇത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ ടീസ്പൂൺ തന്നെ അതിൻ്റെ അളവിന് നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. നാരങ്ങ നീര് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലർ നാരങ്ങ മുറിച്ച് അങ്ങനെ ഇടുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് ഇടുമ്പോഴേ ആ നാരങ്ങേൻ്റെ തൊലിൻ്റെ കയ്പ്പ് അങ്ങനെ ഇറങ്ങണ പോലൊരു തോന്നൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടുന്നില്ല. നീര് മാത്രം, നാരങ്ങ നീര ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് പല സ്ഥലത്തുനിന്നും പല ടൈപ്പ് ഗീ റൈസാണ് കിട്ടുക. അപ്പോൾ ചില സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ക്യാരറ്റ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കുറച്ച് എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞു. പിന്നെ ഇതാ കുക്കർ അടച്ചു വെച്ചു. 3 വിസിൽ, കറക്റ്റ് 3 വിസിൽ കഴിയുമ്പോൾ ഓഫാക്കുക. ഫുൾ പ്രഷർ പോയതിന് ശേഷം എടുക്കുമ്പോൾ ഇതേപോലെ അടിപൊളി ഗീ റൈസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ കുക്കർ വിസിലടിക്കണില്ലേ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. എനിക്കത് പറ്റിയിട്ടുണ്ട്, ഒരു പ്രാവശ്യം അടിഭാഗം കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക് യു.